ഹായ് ഗായ്സ്, ഇന്ന് ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സ്പ്രിംഗ് പൊട്ടറ്റോ ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്. അത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ്. അതിൻ്റെ വീഡിയോ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡാണ് സ്പ്രിംഗ് പൊട്ടറ്റോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററാണിത്. ഇതിൻ്റെ അകത്ത് മൈദ, അതുപോലെ തന്നെ ഇച്ചിരി കോൺഫ്ലോർ, മുളക് പൊടി, ഉപ്പ്, നാരങ്ങ നീര്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ആക്ച്വലി. കാരണം ഇത് ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ഫസ്റ്റ് ടൈമാണ് ആക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം പൊട്ടറ്റോ നല്ലപോലെ ഒന്ന് കഴുകിയിട്ടുണ്ട്. പീൽ ചെയ്തിട്ടില്ല. പീൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് ഫസ്റ്റ് ഇത് ചെയ്തത്. പക്ഷെ പിന്നീട് ഞങ്ങൾ ആക്കിയതിൽ പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളൊന്ന് നോക്കുകയാണ് ഫസ്റ്റ് ടൈം. അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടൊന്നുമില്ല, കുറേ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒന്ന് ചെയ്ത് നോക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് അത്ര ഈസി അല്ല. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇതിനൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പിന്നെ പിള്ളേർക്ക് രണ്ടുപേർക്കും സ്പ്രിംഗ് പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് മേടിക്കാമെന്ന് തന്നെ വെച്ചത്. നമ്മളെല്ലാ കാര്യവും ചെയ്താണല്ലോ അതിൻ്റെ ഒരു പെർഫെക്ഷനിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് തന്നെ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ഇതാ ചെയ്തപ്പോൾ ഇത് ഞങ്ങൾക്ക് ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളത് വെച്ചിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം റെഡിയാക്കി. പിന്നീട് ചെയ്ത് വന്നപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പ്രിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കി, ഇപ്പം 1-2 പീൽ ചെയ്യാതെ ആക്കി. എന്നാൽ ഇന്ന് പീൽ ചെയ്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പൊട്ടറ്റോ പീൽ ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ആക്കി വന്നാലും അത് പിന്നെ സ്പ്രിങ്ങിൻ്റെ ഷേപ്പിലോട്ട് ആ സ്റ്റിക്കിൽ അറേഞ്ച് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഈസി അല്ല. ചിലപ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ചെയ്ത് കുറേ എക്സ്പീരിയൻസ് ആയവർക്ക് കുഴപ്പമുണ്ടാവില്ല. നമ്മളിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഏട്ടൻ തന്നെയാണ് ചെയ്തത്. ഞാനതിലേക്ക് നോക്കിയില്ല, കാരണം ഞാൻ ചെയ്താൽ പൊട്ടിപ്പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സോ ഏട്ടൻ തന്നെയാണ് എല്ലാം റെഡിയാക്കിയത്. അങ്ങനെ എന്തായാലും ഇത് സ്റ്റിക്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഇത്തിരി ലൂസായി പോയായിരുന്നു ബാറ്റർ. ഇച്ചിരി തിക്കായിട്ട് വരികയെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഞങ്ങൾ എന്തായാലും ഇത് ഒഴിച്ചു കൊടുത്തു. തിക്കാണെങ്കിൽ കുറച്ചുകൂടെ അത് അതിൻ്റെ പൊട്ടറ്റോയിൽ പിടിച്ച് നിൽക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ആക്കണം. എന്തായാലും ഇതൊരു ട്രൈ ആയിട്ട് തന്നെ എടുത്തു. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഷേപ്പിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടിയും ടേസ്റ്റ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന സ്പ്രിംഗ് പൊട്ടറ്റോയുടെ അതേ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഉണ്ടായിരുന്നു. ഓക്കെ, എനിവേസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വെറൈറ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇത്തിരി സോസോടെ ഒഴിച്ചിട്ടങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചാറ്റ് മസാല ആയാലും നല്ലതാണ്. ഞങ്ങൾ ചാറ്റ് മസാലയും സോസ് യൂസ് ചെയ്തിരുന്നു. ചാറ്റ് മസാല ആകുമ്പോൾ കുറച്ച് നല്ല പുളിയും ഒക്കെ ആയിട്ട് നല്ല ഒരു പ്രത്യേകതയായിരിക്കും. എല്ലാ സോസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിൽ സോസ് ഒഴിച്ചും ട്രൈ ചെയ്യാവുന്നതാണ്. ഞങ്ങളിത് ട്രൈ ചെയ്തു, ഏതായാലും നല്ലതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എനിവേസ്, ഹാപ്പി